ഇങ്ങനെ നോക്കിയിട്ട് എന്ത് വിധീത് വല്ലാത്ത ചതീത് ഓർക്കപ്പുറത്തൻ്റെ പിന്നീടടിയത്. ഒരു 10-12 വർഷം മുന്നേ ഉണ്ടല്ലോ, അതായത് എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ ആയിട്ട് എൻ്റെ സ്വന്തം വീട്ടിലായിരുന്ന സമയത്തെ ഈ പഴമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ തൊലി വീടിൻ്റെ മുറ്റത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ മമ്മി നല്ല ചീത്ത വിളിക്കും. അതുകൊണ്ട് വീടിൻ്റെ വാതൊക്കെ പോകുന്ന നിന്നിട്ട് വലിച്ചൊരൊറ്റ ഏറാണ്. അത് ചിലപ്പോൾ ചെന്ന് പറമ്പിലേക്ക് വീഴും, അതല്ലെങ്കിൽ വീടിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഏതെങ്കിലും മരത്തിൻ്റെ കമ്പയിലൊക്കെ ഇങ്ങനെ പഴുത്തൊലി തൂങ്ങിക്കിടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ മനോഹരമായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ് ഇപ്പോൾ ദേ ഒരു വീട്ടിലെ മുഴുവൻ വേസ്റ്റും എന്നെക്കാളും പൊക്കമുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിലാക്കി വലിച്ചു കൊണ്ടുപോയിട്ട് വെളിയിൽ വെക്കുകയാണ്. അതായത് നാളെ വേസ്റ്റ് കളക്ഷൻ വരുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നേ നമ്മൾ വേസ്റ്റ് വെളിയിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു സീനാണ് കേട്ടോ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചായിരുന്നു എനിക്ക് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുന്ന ദിവസത്തെ, അതായത് ആ ഒരു ഡേ ടൈം ഉണ്ടല്ലോ, അപ്പോൾ അന്നത്തെ കാര്യങ്ങൾ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സങ്കടവും ഡിപ്രഷനും ഒടുക്കത്തെ മടിയും പിടിച്ച ഒരു ദിവസമായിപ്പോയി. വീഡിയോ എടുക്കാനും വേണമല്ലോ നമുക്കൊരു മൂഡ്, അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു ദിവസമായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസം, അതായത് ഈ ഡ്യൂട്ടി തുടങ്ങുന്നതിന് ഒരു 10 ദിവസം മുമ്പ് എനിക്ക് അവധി തുടങ്ങിയതായിരുന്നു. എനിക്ക് ആനുവൽ ലീവും പിന്നെ 2-3 നോർമലായിട്ടുള്ള ഓഫ് എല്ലാം കൂടി കൂട്ടി 10-11 ദിവസത്തോളം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അത്രയും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദിവസം വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പണിയെടുക്കാൻ നമുക്കൊരു മടി വരുമല്ലോ. അപ്പോൾ വേറൊന്നുമല്ല, ആ മടി കാരണം എന്നാൽ വീഡിയോ എടുക്കാനും ഒന്നിനും മൂടില്ലായിരുന്നു. ഞാൻ കൂടുതലും ആ സെറ്റിയുടെ മൂലയിൽ ഇങ്ങനെ ഇരിപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇനി 4 ദിവസം നൈറ്റാണ്, ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പോയിട്ട് ഒന്നും നടക്കത്തില്ല. അപ്പോൾ എന്നാൽ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അന്നത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഫസ്റ്റ് നൈറ്റിന് പോകുന്ന സീനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം ഒരു 7 മണി, വൈകിട്ട് 7 മണിയൊക്കെ ആയിട്ടുണ്ട്. 8 മണിക്കാണ് എനിക്ക് നൈറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങും, ഒരു 7:30 ആകുമ്പോഴത്തേക്കും ഞാൻ ചെല്ലും. പിന്നെ അവിടെയും പോയി ഒരു അരമണിക്കൂർ മടി പിടിച്ചിരുന്നിട്ടാട്ടോ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ 4 ദിവസത്തെ നൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ ഉള്ള ഒരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നൈറ്റിന് പോകുന്ന ദിവസം ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്കും പിള്ളേർ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിരിക്കും. അപ്പോൾ അവരെ ഞാൻ സ്കൂളിലേക്ക് ആക്കാറുണ്ട്. കല്ലു മിക്ക ദിവസവും ഞാൻ വരുമ്പോഴത്തേക്കും അവൾ നേരത്തെ പോകും, കാരണം അവൾ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ദിവസം ഇച്ചിരി നേരത്തെ പോകാറുണ്ട് കേട്ടോ. കാരണം കുട്ടൂനെ നമ്മൾ തന്നെ കൊണ്ടുവിടണം, കാരണം 5ാം ക്ലാസ്സിൽ താഴെയുള്ള പിള്ളേരെ പേരൻസ് കൊണ്ടുവിടണം എന്നുള്ളതാണ് കേട്ടോ നിയമം. അപ്പോൾ അതുകൊണ്ട് അവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടുകയാണ് ചെയ്തത്. അവർ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും വരും. ചില ദിവസം 1:45 വരെയുള്ളൂ, ചില ദിവസം 2:15 വരെയൊക്കെയാണ് അവർക്ക് സ്കൂളുള്ളൂ കേട്ടോ, 9 മണി തൊട്ട്. അപ്പോൾ ഞാൻ അവർ പോയതിന് ശേഷം കുറച്ച് നേരം ഇരുന്നുറങ്ങുകയും ചാരി ഇരുന്നുറങ്ങുകയും ഒക്കെ ചെയ്ത് കിടന്നുറങ്ങിയാൽ ചിലപ്പോൾ ഭയങ്കര ഡീപ്പായിട്ട് ഉറങ്ങിപ്പോവും, വൈകിട്ട് വരെയൊക്കെ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഉറങ്ങിയില്ല. എനിക്ക് മുടിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് ഇന്നുള്ള ദിവസം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മുടിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് ഹെയർ വാഷ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതൊരു 2-3 തവണയോളം ഹെയർ വാഷ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ ഈ മുടിയിൽ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അന്നേരം പറയാം, മുടി ഭയങ്കര ഫ്രസി ആയിട്ട് ഉള്ള മുടിയായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ അത്യാവശ്യം മാനേജബിളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഹെയർ കളറിങ്ങും കൂടി ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നാട്ടിൽ ഈ ശ്രീലക്ഷ്മീനെയും അതുപോലെ വാരിക്കാടിനെയൊക്കെ നോക്കി പോലും ഒരമണിക്കൂർ അല്ലെ 45 മിനിറ്റ് കൂടുതലൊന്നും നിന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ UK വന്നിട്ട് ഒരു ടാക്സി കിട്ടാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ചില ദിവസങ്ങളിലുണ്ടല്ലോ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. നിന്ന് ഒരു വഴിക്കാകും. അപ്പോൾ കുറേ നേരം ആയിട്ടും ടാക്സി ബുക്ക് ചെയ്ത് ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ടാക്സി കിട്ടിയത്. അപ്പോൾ കുറച്ച് നേരം വെളിയിൽ ഇറങ്ങി നിന്നു, കുറച്ച് നേരം അകത്ത് കയറി പോയിരുന്നു. അങ്ങനെ അവസാനം ടാക്സി കിട്ടി. ഞാനങ്ങനെ മുടി കളർ ചെയ്യാനായിട്ട് പോയിട്ട്, അപ്പോൾ അത് ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു നല്ല സമയം എനിക്ക് ആ ഒരു മുടി കളർ ചെയ്യാൻ പോണതിന് വേണ്ടിയിട്ട് സമയം പോയി കേട്ടോ. അപ്പം പിള്ളേർ ഇന്നും നല്ല ലൈറ്റുള്ള ദിവസമാണ്, സമ്മർ ഡേ ആയതുകൊണ്ട് പിള്ളേർ സ്കൂളിലൊക്കെ പോയതിന് വന്നതിന് ശേഷം അവരവിടെ കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ മുടിയുടെ പരിപാടികളൊക്കെ ചെയ്തു.
അപ്പം കൂടത്തിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഇപ്പോൾ പശു നക്കിയ പോലെയാണ് തലയിരിക്കുന്നത്. തലയിൽ എന്താണ് ഒരു ടോണറൊക്കെ ഇട്ടിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ പിന്നീട് എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ടോട്ടൽ ഞാനൊരു 3 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് തിരിച്ച് വരാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മുടിയുടെ അവസ്ഥ. അതിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് ഇപ്പം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മുടിയിലൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ കളറും ചെയ്ത് എല്ലാ രീതിയിലും ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ മുടിയുടെ ഫൈനൽ ലുക്കെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. കളറും എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ മാനേജ് ചെയ്യാനായിട്ട് പാടാണ്. ഇനിയിപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഹെയർ സെറവും ഒക്കെ യൂസ് ചെയ്ത് ഹെയർ കെയർ എന്ന് പറയുന്ന സംഭവങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും അത് വിട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ സമയം അതിന് വേണ്ടിയിട്ട് പോയി. പിന്നെ അധികം സമയങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അതും കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും പിള്ളേർക്ക് വെളിയിലൊന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതേ വീടിന് തൊട്ടടുത്തുള്ള പെട്ടിക്കടയിൽ വന്നേക്കുവാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പെട്ടിക്കടകളൊക്കെ ഇല്ലായിരുന്നു, അതുപോലത്തെ ഇവിടുത്തെ ഒരു പെട്ടിക്കടയാണ്. അപ്പോൾ തൊട്ടടുത്ത് പാർക്കാണ്. വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ് ദൂരം ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ വന്ന് പാർക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 2 മിൽക്ക് ഷേക്ക് വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ കല്ലു ഷേക്ക് വരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് പിന്നെ ഇന്നത്തെ പരിപാടികൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി പാർക്കിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം ഇരിക്കുന്നിടത്ത് കഴിക്കുക, കിടക്കുക, അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ പാർക്കിലേക്ക് എത്തി കേട്ടോ. ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയും സംഭവങ്ങളൊക്കെ ആയിട്ട്, ക്യാമറ അല്ല കേട്ടോ, ഫോണൊക്കെ ആയിട്ട് നടക്കുന്നു. അങ്ങനെ പിള്ളേരുടെ ഷെയ്ക്കും കുട്ടുവിൻ്റെ തൊപ്പിയൊക്കെ അങ്ങനെ ചേട്ടായുടെ തലയിലായി. അപ്പോൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ, നമ്മൾ തിരിച്ച് പോന്നു. പിള്ളേർ കുറച്ച് നേരം കളിച്ചു. പിന്നെ പിള്ളേരുടെ ജിമ്മൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ കുറച്ച് നേരം അതിലൊക്കെ സ്പെൻഡ് ചെയ്ത് പോന്നു. അപ്പോൾ ഇന്നത്തെ ഹൈലൈറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടായിക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം, അതായത് 4 ദിവസം മുന്നേ ഞാനിരുന്ന് ഇരിപ്പാണ് ഇന്ന് ചേട്ടായി ഇരിക്കുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ഇങ്ങനെ കേട്ടോ. നൈറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ഭയങ്കര മടിയും സങ്കടമൊക്കെയാണ്. പിന്നെ അടുത്ത ദിവസം പോകാനായിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ചേട്ടായി ഇതുപോലെ ചേട്ടയ്ക്ക് 7:30 ആകുമ്പോഴത്തേക്കും പോയാൽ മതി. ചേട്ടായി പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു ചായയൊക്കെ വെച്ച് കുടിച്ചു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. പിള്ളേർ കിടക്കാനൊക്കെയുള്ള സെറ്റപ്പിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ വേസ്റ്റ് വെളിയിലേക്ക് വെക്കുന്നത്. അതായത് നാളെ രാവിലെയാണ് വേസ്റ്റ് കളക്ഷനായിട്ട് വരുന്നത്. 6 മണി, വെളുപ്പിന് 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും. അപ്പോൾ നമ്മൾ ജനറൽ വേസ്റ്റ് വീടിന് പുറകിലുള്ള റോഡിൽ അങ്ങോട്ട് ഇറക്കി വയ്ക്കും. അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് ഒക്കെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വേറൊരു ബക്കറ്റിലുമാണ് കേട്ടോ ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എല്ലാ വീടുകളിൽ നിന്നുള്ള വേസ്റ്റ്, ഇതൊരു കൊറിഡോർ വലിയൊരു സ്ഥലം കേട്ടോ, അങ്ങോട്ട് ഇറക്കി വെച്ചു. അപ്പോൾ വേസ്റ്റിൻ്റെ വണ്ടി വന്ന് രാവിലെ അവിടെ നിർത്തിയിട്ട് അവർ വന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ഫ്രണ്ടിലായിട്ട് കൊണ്ട് വയ്ക്കാനായിട്ട് അവിടെ ഇടയില്ല. അപ്പോൾ ഇതാണ് ഗൈസ്